ദിവസങ്ങളൊക്കെ ഒത്തിരി ഓടിയാണല്ലേ പോകുന്നത്. നമ്മുടെ സമയം പരിമിതമാണല്ലോ. ഒത്തിരി ഫാസ്റ്റായിട്ടാണ് ടൈം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പം തന്നെ നമുക്ക് കാണാം 2020 എന്ന് പറഞ്ഞ വർഷം പെട്ടെന്ന് ഓടിക്കടന്നു പോകുന്നൊരു ഫീലിംഗ് ആണല്ലേ. ഇന്നിപ്പോൾ 17 ഡിസംബർ. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഇനി ഈ ഒരു വർഷം ഉള്ളൂ അല്ലേ. സോ ഈ കഴിഞ്ഞു പോയ കഴിഞ്ഞു പോകുന്ന ഈ 2023 വർഷം എന്നിൽ വരുത്തിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഈ 2023 അനുഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുവാണ്. 2023 ഒരു വർഷം വലിയൊരു കുറേ അധികം നേട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബം ഇൻ ദ സെൻസ് ലൈക്ക് എൻ്റെ ഫാമിലിയിലും ഒക്കെ കൊണ്ടുവന്ന ഒരു വലിയൊരു വർഷമായിരുന്നു. കുറച്ച് സ്റ്റാർട്ടിംഗ് ഒക്കെ 2023 സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് ദുരിതങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും 2023 എന്ന് പറഞ്ഞ വർഷം ഒത്തിരിയേറെ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്ന ഒരു വർഷമാണ്. ജീവിതത്തിൽ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് എടുക്കുകയാണെങ്കിൽ തന്നെ യുനോ ലൈക്ക് ജസ്റ്റ് അപ്പനും അമ്മയും കുടുംബമൊക്കെ ആയിട്ട് ചെറിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ. സോ യുനോ ലൈക്ക് കുറേ പിള്ളേരെ പഠിപ്പിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടൈമാണ്. സോ ഈ 2023 എന്ന് പറഞ്ഞ വർഷം ജീവിതത്തിലേക്ക് ഒത്തിരി നല്ല നല്ല നിമിഷങ്ങൾ കൊണ്ടുവന്ന ഒരു വർഷമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈശോയുടെ അല്ലെങ്കിൽ നമ്മുടെ മാതാവിനോടും ഒക്കെ ഒത്തിരി അടുത്ത് നിൽക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒത്തിരി അടുത്ത് നിൽക്കാൻ സഹായിച്ചൊരു വർഷമാണ് 2023. ഇതിനു മുമ്പ് നിന്നിട്ടില്ല എന്നല്ല, പക്ഷേ എങ്കിൽ കൂടിയും ലൈക്ക് കുറച്ചും കൂടെ നല്ലൊരു ക്ലോസ് ആയിട്ട് ഈശോടൊപ്പം ജീവിക്കാൻ പറ്റിയൊരു വർഷമാണ് 2023. ഈ 2023 ഞാൻ പറഞ്ഞില്ലേ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഞാൻ ആരംഭിച്ച് മീൻസ് ജോലിക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഈ കൃപാസന മാതാവിൻ്റെ അടുത്തും അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടി പള്ളിയിലും അതുപോലെ തന്നെ കുരിശുമലയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു തീരുമാനം എടുത്തതൊക്കെ ഈ ഒരു വർഷത്തിലായിരുന്നു. കുറേ നല്ല ആളുകളെ ഈ വർഷത്തിൽ കണ്ടുമുട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ജോസ് ബ്രദർ എന്ന് പറഞ്ഞ അട്ടപ്പാടിയിൽ ആത്മീയ യാത്രയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ജോസ് ബ്രദറിൻ്റെ ഒരു കണ്ടുമുട്ടൽ ഞാൻ ഈ ആത്മീയ യാത്രയുടെ കൂട്ടായ്മയിൽ മരിയ ബസ്സിൽ വെച്ചിട്ടായിരുന്നു. ഒത്തിരി ഒരു സ്നേഹമുള്ള ഒരു പിതാവ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഒരു ബ്രദർ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരാളാണ് ജോസ് ബ്രദർ. ഭയങ്കര ഒരു അനുഭവമായിരുന്നു ജോസ് ബ്രദറിൻ്റെ കൂടെ എനിക്ക് പോയിട്ട്. സോ എൻ്റെ ഒരു സ്വന്തക്കാർ അല്ലെങ്കിൽ എൻ്റെ ഒരു മേരി ചേച്ചി വഴിയിട്ടാണ് ഞാൻ ഈ ഒരു കൃപാസനവും അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിയും ഒക്കെ ഉൾപ്പെട്ട ഒരു ആത്മീയയാത്രയിലേക്ക് കൂടുതലായി അടുക്കുന്നത് ഈ ഒരു 2 പേരിലൂടെയാണെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. സോ ആ ഒരു കണ്ടുമുട്ടൽ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കി തന്നു എന്ന് പറയാം. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയായിട്ടും മാതാവാക്കാട്ടും ഒത്തിരി അടുത്തുന്ന ഒരാൾ തന്നെയാണ്. അതിലില്ലെന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ചും കൂടെ ആഴമായിട്ട് കുറച്ചും കൂടെ ആഴത്തിൽ ഈശോനെയും മാതാവിനെയൊക്കെ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു 2003 എന്ന് പറഞ്ഞ വലിയ വർഷത്തിൽ. ഞാൻ പറഞ്ഞില്ലേ, ആത്മീയമായിട്ട് ഒരാൾ എങ്ങനെ കുറച്ചും കൂടെ വളരാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തമ്പുരാനെ ഈശോയ്ക്കായിട്ട് എങ്ങനെ കുറച്ചും കൂടെ അടുക്കാമെന്ന് എന്നെ പഠിപ്പിച്ചൊരു വർഷമാണ് 2023. ഒത്തിരി എന്നിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നൊരു വർഷമായിരുന്നു. ബിക്കോസ് ഈ അട്ടപ്പാടി എന്ന് പറയുന്ന വലിയൊരു ആത്മീയത നിറഞ്ഞ ഒരു പള്ളിയും അതുപോലെ തന്നെ കുരിശുമലയും ഒക്കെ ഉള്ള ഒരു പ്ലേസിലേക്ക് എന്നെ ആദ്യം എത്തിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ആത്മീയ യാത്രയിലൂടെയാണ്. ഈ 2023 സംഭവിച്ച ഒരു കാര്യം തന്നെയാണ് അത്. സോ അങ്ങനെ എനിക്ക് ഈ 2023 പറഞ്ഞ വർഷത്തിൽ ഉള്ളിൽ തന്നെ 19 പ്രാവശ്യം എനിക്ക് അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനും അതുപോലെ തന്നെ ആത്മീയയാത്രയിൽ പങ്കെടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ഞാൻ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ജോലിക്ക് ആക്സിഡൻ്റലി വന്നൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും അതിൽ ഞാൻ സെലക്റ്റഡ് ആവുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു സെലക്ഷനിലൂടെയാണ് ഞാൻ ആക്ച്വലി എന്ത് പറയണമെന്ന് വെച്ചാൽ കുറച്ചും കൂടെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നല്ല കാര്യത്തിന് ഇറങ്ങുമ്പം ഈശോടൊപ്പം കൂടെ നിന്ന് ഇറങ്ങാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഒരു പെൺകുട്ടി ആണ് അത്. എൻ്റെ സിസ്റ്ററിൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയാണ്. അവരാണ് എന്നെ ഈ ഒരു
കാര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഞാൻ ഒത്തിരി കടപ്പാടുള്ളൊരു വ്യക്തിയാണ് അവര്. അപ്പം അങ്ങനെ എൻ്റെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ കൂടിയും ഞാന് ആം, അവര് കാണിച്ചു തന്നൊരു മാർഗ്ഗത്തിലൂടെയാണ് എനിക്ക് ഈ ജോലിയിലേക്ക് വരാനും, ഞാനിപ്പോ ചെയ്യുന്ന ഒരു ജോലിയിലേക്ക് വരാനും, അല്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂവിലേക്ക് വരാനും സാധിച്ചത്. ആ ഇന്റർവ്യൂവിലേക്ക് വന്നതുകൊണ്ടും കൂടിയാണെന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കില്, ഈ ഒരു ആത്മീയ യാത്ര 2023 സംഭവിച്ച എൻ്റെ ഒരു വിശ്വാസത്തിൽ സംഭവിച്ച, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ആത്മീയതയിൽ സംഭവിച്ച കുറച്ച് മാറ്റങ്ങളിലേക്ക് എന്നെ കൈ പിടിച്ച് ഉയർത്തിയതും ഈ ഒരു ഇന്റർവ്യൂവും അല്ലെങ്കിൽ ഈ ഒരു ജോലി സാധ്യതയ്ക്കുള്ളൂ. അപ്പോൾ അവരോട് എനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത് 2020 സംഭവിച്ച നല്ല കാര്യങ്ങൾ. സോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2023 ഞാനിങ്ങനെ അട്ടപ്പാടിയിൽ 19 പ്രാവശ്യത്തോളം എനിക്ക് പോവാൻ സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു കാര്യമാണ് ആ ഒരു കാര്യം. ആം, അപ്പം ആ ഒരു യാത്രയിൽ എനിക്ക് സംഭവിച്ച കുറേ മാറ്റങ്ങൾ, എനിക്ക് കുറേ കൂടെ ആത്മീയമായി വളരണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കൊന്ത ചൊല്ലണം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചൊല്ലണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം വരികയും, അല്ലെന്നുണ്ടെങ്കിൽ അതിനോട് കുറച്ചും കൂടെ ആഴമായിട്ട് ഞാൻ ഈശോയിൽ വിശ്വസിക്കുകയൊക്കെ ചെയ്തൊരു ടൈമായിരുന്നു അത്. എല്ലാ രീതിയിലും ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രാർത്ഥനയാണെങ്കിലും, എത്രയും ദയമുള്ള മാതാവിൻ്റെ ആണെങ്കിലും, കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥനകളാണെങ്കിലും, അങ്ങനെ എന്തൊക്കെ പ്രാർത്ഥനകളൊക്കെ ഉണ്ടോ അതൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു അനുഭവം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഒരു ചെറിയ കാര്യമല്ല അല്ലേ? അതൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ കേസൊക്കെ എടുത്ത് ഞാൻ ഒത്തിരി പള്ളിയിൽ പോകാത്ത ഒരാളായിരുന്നു. ഈ പഠിപ്പീരും കാര്യങ്ങളൊക്കെ ആയിരുന്നുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാനോ, അല്ലെങ്കിൽ പള്ളിയുമായിട്ട്, എൻ്റെ ഇടവക പള്ളിയുമായിട്ട് സഹകരിച്ച് നടക്കാനൊന്നും ഒരിക്കലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് എന്ത് പറഞ്ഞാൽ എനിക്ക് വിശ്വാസക്കുറവ് ഉള്ളതുകൊണ്ട് അങ്ങനെയല്ല. പക്ഷേ ഐ ഐ വാസന്റ് സീരിയസ് അബൌട്ട് ഇറ്റ് ആക്ച്വലി. ദാറ്റ് ഈസ് ദ മെയിൻ പ്രോബ്ലം. സോ എനിവേ അത് എന്നെ തന്നെ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു കാര്യം ആക്ച്വലി. സോ ഞാൻ ഈ ഒരു ആത്മീയ യാത്രയിൽ വന്നതിൽ പിന്നെയാണ് അതെനിക്കൊക്കെ ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാനുള്ള അവർ രണ്ടുപേരോടുമാണ്, മേരി ചേച്ചിയോടും അതുപോലെ ജോസഫ് ബ്രദറിനോടും. ആ ഒരു യാത്രയിൽ എത്തിപ്പെട്ടതിന് ശേഷം എനിക്ക് ഒത്തിരി നല്ല ആളുകളെ കാണാൻ പറ്റി, അച്ഛന്മാരെ കാണാൻ പറ്റി, സിസ്റ്റേഴ്സിനെ കാണാൻ പറ്റി. അതുപോലെ തന്നെ കൂടെ വരുന്ന കുറേ റെഗുലറായിട്ട് വരുന്ന ആളുകളുണ്ടായിരുന്നു. നമ്മുടെ പാട്ട് പാടുന്ന ചേട്ടന്മാർ, അല്ലെന്നുണ്ടെങ്കിൽ ആ ആത്മീയ യാത്രയിൽ ഉൾപ്പെട്ട കുറേ നല്ല ആളുകൾ കണ്ടുമുട്ടാൻ സാധിച്ചു. എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവരൊക്കെ. അവരുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമൊക്കെയാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ അയർലൻഡിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു വരുത്തിയത് തന്നെ. അപ്പോൾ ആ യാത്രയിൽ എൻ്റെ ആത്മീയത ഒത്തിരി വളർന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പം ആ ഓരോ യാത്രയിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നൊരു കാര്യം, എനിക്ക് ഈ ഓരോ യാത്രകളും എനിക്കൊരു അനുഭവമാക്കി തീർക്കണമെന്നായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രാർത്ഥന. അതുപോലെ തന്നെ ഞാൻ ഈ യാത്രകൾ നടത്തുന്ന സമയത്തൊക്കെ എൻ്റെ നിയോഗമായിട്ട് വെച്ചിരുന്ന ഒരു 5 6 നിയോഗങ്ങളുണ്ടായിരുന്നു. ഈ എൻ്റെ ജോലിയുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫാമിലിയിൽ കുറച്ച് ഉണ്ടായിരുന്ന ഇഷ്യൂസ്, ഇൻ ദ സെൻസ് ലൈക്ക് ഫാമിലി പ്രോബ്ലംസ് അല്ല, ബട്ട് ഫാമിലിയുടെ നിയോഗങ്ങൾ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ, ഫാമിലിയിലെ പ്രോബ്ലങ്ങൾ കാര്യങ്ങളൊന്നും ദൈവം സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് അല്ലാതെ നമുക്കറിയാലോ, ഫാമിലിയിൽ കുറച്ച് വരുന്ന അപ്സ് ആൻഡ് ഡൗൺസ്, അതിനെക്കുറിച്ചൊക്കെ എൻ്റെ കുറച്ച് നിയോഗങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ജോലിയുടെ നിയോഗങ്ങളുണ്ടായിരുന്നു. ഞാൻ ഈ ഓരോ യാത്രയിലും ഒത്തിരി ആഴത്തിൽ ഈശോയുടെ ഒപ്പം കൂടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഓണസ്റ്റ്ലി ഞാനിപ്പം അട്ടപ്പാടി ചെല്ലുന്ന സമയത്താണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒത്തിരി ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ അടുത്താണെങ്കിലും, അല്ലെങ്കിൽ എത്രയും ദയുള്ള മാതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നതിലാണെങ്കിലും, അല്ലെങ്കിൽ ഓരോ മേഖലയിലും ഞാൻ ഒത്തിരി കുറേ അധികം പ്രാർത്ഥിക്കുമായിരുന്നു ഓരോ തവണ പോകുമ്പോഴും. അതിലേറ്റവും വലിയൊരു കാര്യത്തിന് ഓഫ് കോഴ്സ് എൻ്റെ ജോലിയുടെ കാര്യത്തിൽ തന്നെയായിരുന്നു ഞാൻ നിയോഗമായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ എനിക്ക് അങ്ങനെ ദൈവം ഒത്തിരി സഹായം, എൻ്റെ കൂടെ നിന്നുകൊണ്ട് ദൈവം എനിക്ക് സഹായിച്ച ഒരു അനുഭവമായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ ചോദിച്ച ഓരോ കാര്യങ്ങളും എൻ്റെ ഈശോ ഒപ്പം കൂടെ നിന്ന് നടത്തി തരുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ 2023 പറഞ്ഞ ഒരു വർഷം ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ഒത്തിരി ഞാൻ എന്നെ അറിഞ്ഞതും അതുപോലെ തന്നെ ഞാൻ ദൈവത്തെ അറിഞ്ഞതും ഒരു വർഷമായിരുന്നു 2023 പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ നല്ല നല്ല കുറേ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റി. മേരി ചേച്ചി, ജയ്സാപ്പി, ജോസ് ബ്രദർ, പിന്നെ എന്താ തങ്കച്ചി ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ പാട്ട് പാടുന്ന ചേട്ടൻ, അങ്ങനെ കുറേ നല്ല നല്ല വ്യക്തികളെ എനിക്ക് കാണാൻ പറ്റി. എനിക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച അനേകായിരം പേരുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഇറങ്ങിച്ചില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പം എൻ്റെ കയ്യിൽ വെച്ച് നടന്ന ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു. അതുപോലെ തന്നെ കൃപാസനം എന്ന് പറയുന്ന ഈ വലിയൊരു പ്ലേസിലേക്ക് ഞാൻ എത്തിപ്പെടുന്നതും ഈ ഒരു വർഷമായിരുന്നു, 2023.
ഈ അട്ടപ്പാടിയുടെ ഒപ്പം തന്നെ ഞാൻ കൊണ്ടുനടന്ന ഒരു കാര്യമാണ് 2023 നടന്ന സംഭവം. അതുപോലെ തന്നെ നിഷ എന്ന് പറയുന്ന ആ ഒരു വലിയ സുഹൃത്ത് എനിക്ക് പരിചയപ്പെടുത്തിയ സ്ഥലമാണ് കൃപാസനം. അതിലൂടെ എനിക്ക് ഒത്തിരി വളരാൻ പറ്റി. എനിക്ക് ഒത്തിരി പേരെ കൊണ്ടുപോകാൻ സാധിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതുപോലെ എന്നിൽ തന്നെ ഒത്തിരി മാറ്റങ്ങൾ കൃപാസനത്തിലൂടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു സന്തോഷമാണ് ആക്ച്വലി അല്ലേ. അതുപോലെ തന്നെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിലേക്ക് വന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്ന മാറ്റങ്ങളാണ് എന്നിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഒത്തിരി പർപ്പസ്ഫുള്ളായിട്ട് ചെയ്ത് പ്രാർത്ഥിച്ച് ഇനി അങ്ങനെ വരണം ഇങ്ങനെ വരണം എന്ന് വിചാരിച്ച് തന്നെ ഈശോടൊപ്പം കൂടി നിന്ന് ഒത്തിരി പ്രാർത്ഥനകൾ ചെയ്തു. അതുപോലെ തന്നെ കുർബാന, കുമ്പസാരം, രോഗികളെ സന്ദർശിക്കുന്നത്, അല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത്, പ്രേക്ഷിത വേല ചെയ്യുന്നത്, അങ്ങനെ എല്ലാ മേഖലകളിലും എനിക്ക് 2021 പറഞ്ഞ വർഷം കുറേ കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ കുറേ സങ്കടങ്ങൾ എൻ്റെ പേഴ്സണൽ ലൈഫിൽ വന്നിട്ടുണ്ട്. ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു റിലേഷൻഷിപ്പ് ഒരു 5-8 വർഷമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിലൊന്നും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെയൊന്നും സക്സസ് ആവാൻ പറ്റിയില്ല. എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ 40 വയസ്സായിട്ടും ഒരു കല്യാണത്തിലേക്ക് എത്തിപ്പെടാനോ ഒരു ജീവിതത്തിലേക്ക് എത്തിപ്പെടാനോ എന്നെ കൊണ്ട് സാധിച്ചില്ല. കുടുംബത്തിൻ്റെ കുറേ ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ തന്നെ ഫാമിലിക്ക് കൂടെ നിന്ന്, ഫാമിലിക്ക് ഒപ്പം നിന്ന്, ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളായിരുന്നു എൻ്റെ ലൈഫിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലൈക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സമയം കാര്യങ്ങളൊന്നും എനിക്കുണ്ടായില്ല. അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ദൈവം കുറേ വിഷമങ്ങളൊക്കെ എനിക്ക് മാറ്റി തന്നു. നമ്മളൊരു പക്ഷേ നമ്മളെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമോ വേദനയോ ഒന്നും നമുക്കൊരു പക്ഷേ പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തിരിച്ചറിയാനോ സാധിച്ചെന്ന് വരില്ല അല്ലേ. ഒത്തിരി വേദനകളും വിഷമങ്ങളും ഒക്കെ കടന്നു പോകുന്ന ആളുകളായി നമ്മൾ ഓരോരുത്തരും. പക്ഷെ അതൊക്കെ കണ്ടറിയണമെങ്കിലും അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലും കുറച്ച് പാടായിരിക്കും അല്ലേ. അതുപോലെ എനിക്ക് ഒത്തിരി വിഷമങ്ങളുള്ള ഒരു സമയമായിരുന്നു 2021 വർഷം. ഒത്തിരി വേദനകൾ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ദൈവം എനിക്ക് മാറ്റി തന്നു കേട്ടോ. അങ്ങനെ കുറേ നല്ല നിമിഷങ്ങളിലേക്ക് എന്നെ കൊണ്ടുവന്നു. അതുപോലെ എൻ്റെ മനസ്സിനെ കുറേയും കൂടെ റിലാക്സ് ചെയ്യിപ്പിച്ചൊരു വർഷമായിരുന്നു 2023. ഈശോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചതെന്ന് തന്നെ പറയാം. ഇപ്പം എനിക്ക് കുറച്ചും കൂടെ മനസ്സമാധാനമുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടെ ഒരു ലൈവ്ലി ആയിട്ടാണ് ഞാൻ സംസാരിക്കുന്നതും പോകുന്നതും ഒക്കെ. ഒരുപക്ഷെ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടാവാം. അപ്പം ഇങ്ങനെ ഈ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടൊരു കുടുംബജീവിതത്തിലെ വിഷമങ്ങളും ഒക്കെ ഒത്തിരി അനുഭവിക്കുകയും അല്ലെങ്കിൽ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു 2021 പറഞ്ഞ വർഷം. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സ്നേഹവും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലും മാതാവിൻ്റെ ഒപ്പമുള്ള ഒരു ജീവിതവും ഒക്കെ വന്നപ്പം എനിക്കതിൽ നിന്ന് കുറേയും കൂടെ മാറ്റം എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ ഫാമിലി എടുത്ത് നോക്കുകയാണെങ്കിൽ ഫാമിലിയിലും കുറേ നല്ല കാര്യങ്ങൾ സംഭവിച്ച ഒരു വർഷമായിരുന്നു 2023. ഫാമിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെങ്ങൾക്ക് 2 കുട്ടികൾ, ഒരാളുണ്ടായി. അത് കഴിഞ്ഞ് ഇപ്പം പുതിയൊരു കുട്ടി ഉണ്ടാവാൻ പോണു. അതുപോലെ കുറേ സാമ്പത്തികമായിട്ടൊക്കെ നമുക്ക് ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി അത്ഭുതങ്ങളൊക്കെ തന്നൊരു വർഷമായിരുന്നു. ഈശോടൊപ്പമുള്ള ആ ഒരു ജീവിതവും ഈശോടൊപ്പമുള്ള ആ ഒരു ബോണ്ടിങ്ങും തന്നെയാണ് ഇതിനൊക്കെ കാരണം കേട്ടോ. അപ്പം 2023 കൊണ്ടുവന്ന ഈ ഒരു വർഷം കൊണ്ടുവന്ന ഒരു അനുഗ്രഹം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഇനിയും ആ ഒരു അനുഗ്രഹം, അതുപോലെ തന്നെ ഈശോടൊപ്പമുള്ള ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നിങ്ങളും വിഷമിക്കുന്നവർ ഒത്തിരി പേര് പല രീതിയിൽ അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ പല രീതിയിൽ വിഷമിക്കുന്നവർ നമ്മുടെ ജീവിതത്തിൽ കാണാം അല്ലേ. നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ദിവസേന കാണാറുണ്ട് അല്ലേ. അപ്പം ഓഫ് കോഴ്സ് നമുക്ക് വിഷമങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷമങ്ങൾ തന്നെയാണല്ലേ. അത് നമുക്കൊരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ബട്ട് ചിലരുണ്ട് നമ്മുടെ ഒത്തിരി വിഷമങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് ചിരിച്ച് കാണിച്ച് ഹാപ്പിയായിട്ട് നടക്കുന്നവർ ഒത്തിരി പേരുണ്ടല്ലേ. അങ്ങനെ വിഷമിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒത്തിരി പ്രാർത്ഥനാ സഹായങ്ങളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളത് ഓരോരുത്തർക്കും വേണ്ടിയിട്ടും ഓരോ ആളുകളുടെ പേരും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞു ചാനലിലുള്ള വീഡിയോസൊക്കെ കാണണം നിങ്ങൾ. ഈ ഒരു വർഷം ആണ് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട്, ഞാനിപ്പോൾ ജസ്റ്റ് ആക്റ്റീവായിട്ട് വന്നോളൂ ചാനലിലേക്ക്. പക്ഷേ നിങ്ങൾ ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു ചാനലിലേക്ക് വന്നിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നന്ദിയുണ്ട് അതിന്. ഒത്തിരി വർഷങ്ങളായിട്ട് ഞാനൊരു ആലോചിക്കുന്നതാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ
യുനോ ഐ ലൈക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. എന്താ പറയുക, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യുനോ ലൈക്ക് അങ്ങനെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പം ഇപ്പം അത് തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും നമുക്ക് കാണുന്നുണ്ട് അല്ലേ? അപ്പം അത് വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് കേട്ടോ അത് ഇത്രയും ആക്കി തന്നതെന്നൊക്കെ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു എനിക്ക് ഈ ഒരു ഈ 2023 പറഞ്ഞ വർഷം എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, കുറച്ച് അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളോടും ഒത്തിരി താങ്ക്സ് ഒക്കെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു വീഡിയോയിൽ വന്നത് തന്നെ. ഞാനിങ്ങനെ പറയാനൊക്കെ പഠിച്ചു വരുന്നുള്ളൂ കേട്ടോ, ഷുവറായിട്ടും. കാരണം വെച്ചാൽ നീ എല്ലാവരും പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ പറയില്ല ഒരു സീക്വൻസ് പോലെ പറയാൻ ചിലരൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ ആക്ച്വലി. എങ്ങനെ പറയണം അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരുന്നതേ ഉള്ളൂ. മീൻസ് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഇറ്റ് ടേക്സ് ടൈം ഐ തിങ്ക്. അല്ലെ? കുറേം കൂടെ നമ്മൾ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുന്നതായിരിക്കും ഓൺ ദ വേയിൽ കേട്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന ഇങ്ങനെ റിക്വസ്റ്റുകളൊക്കെ ഉറപ്പായിട്ടും വിടാം. നമ്മൾ അതനുസരിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഓരോരുത്തരുടെയും ഇപ്പം ഞാനൊരു ബുക്കിൽ തന്നെ ഇവിടെ ഒരു ബുക്കുണ്ട് എനിക്ക്. ആ ബുക്കിൽ ഞാൻ ഓരോരുത്തരുടെയും പേരും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറുണ്ട്. ആർക്കൊക്കെയാണ് പ്രാർത്ഥന സഹായം ആവശ്യമുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന സഹായം ചോദിക്കുന്നവർ. അപ്പോൾ അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളും നിങ്ങൾക്ക് സൗകര്യം കിട്ടും പോലെയൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. ക്രിസ്മസൊക്കെ വരാൻ പോവാണ്. അപ്പം ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ എല്ലാവരും നന്നായിട്ട് അടിച്ച് പൊളിച്ച് ഈശോടൊപ്പം മാതാവിനൊപ്പം ഒക്കെ കൂടി നിന്ന് അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുക കേട്ടോ. 2023 വർഷം ഈ കടന്നു പോകുമ്പോൾ നമുക്ക് ഒത്തിരി നേരം നല്ല ചിന്തകൾ കടന്നു വരട്ടെ പുതിയൊരു വർഷത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായ കുറേ നെഗറ്റീവ്സ് അല്ലെങ്കിൽ കുറേ ഫ്ലോസ് ഒക്കെ നമുക്കുണ്ട് അല്ലേ? പല രീതിയിൽ അത് പല മേഖലയിലും അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും. അങ്ങനെയുള്ള ഫ്ലോസുകളൊക്കെ നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് വരുമ്പം നികത്താനുള്ള ഒരു അനുഗ്രഹം ദൈവം സഹായിച്ചുണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ ഇപ്പം ഈശോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബൈബിൾ വായനകൾ, അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനകൾ, പള്ളിയിൽ പോക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതിലൂടെ നമ്മൾക്ക് കുറേ ധൈര്യം സംഭരിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിലൂടെ കുറേ പോസിറ്റീവ് ചിന്തകളിലൂടെ നമുക്ക് ലൈഫ് ഫേസ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളെല്ലാവരും അത് ചെയ്യാൻ ശ്രമിക്കണം. ഈ ഒരു 2023 നമുക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയോടും മാതാവിനോടും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വർഷത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക. 2023 കഴിഞ്ഞു പോകുന്ന വർഷത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏതെല്ലാം രീതിയിലും പുതിയ വർഷത്തിലേക്ക് ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ കൂടെ നിൽക്കാൻ സാധിക്കും എന്നൊക്കെ നമ്മൾ അതൊക്കെ നമ്മളൊരു ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരു വലിയൊരു വർഷമാവട്ടെ 2025. സോറി 24. 2023 ഉണ്ടായ എല്ലാ ഞാൻ പറഞ്ഞില്ലേ വിഷമിപ്പിക്കുന്ന ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ മറന്നുകൊണ്ട് നല്ല രീതിയിൽ 2024 നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ഇതാണ്. ഒരുപക്ഷെ 2021 കുറേ പേർക്ക് നല്ല വർഷമായിരിക്കും, അല്ലെങ്കിൽ ചിലർക്കൊക്കെ ചീത്ത ആയിട്ട് കുറച്ച് ഫ്ലോസ് ഒക്കെ ഉണ്ടാക്കിയ വർഷമായിരുന്നായിരിക്കും. അതൊന്നും നമ്മൾ നോക്കണ്ട. ഇനി വരുന്ന ആ ടൈം നമ്മൾ കുറച്ചും കൂടെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. സോ ഇങ്ങനെ ജസ്റ്റ് ഒരു തോട്ട് എനിക്ക് മനസ്സിൽ തോന്നിയപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പം അതിനകത്ത് കുറേ തെറ്റുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ എനിക്ക് ജസ്റ്റ് ഒന്ന് ചെയ്യണം എന്ന് തോന്നി. നിങ്ങൾ ജസ്റ്റ് കാണുക, ഓക്കെ, വിലയിരുത്തുക. താങ്ക് യു.